ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന വീട് തകർത്തു. സിംഗ് കണ്ടം സ്വദേശിയായിട്ടുള്ള അമുദ സുരേഷിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ബിനീഷ് ആന്റണിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ബിനീഷെ, ചക്കക്കൊമ്പനാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന ഒരു വിവരം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എപ്പോഴാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്? രാത്രി 12 മണിയോടുകൂടിയാണ് ഇവിടെ ഈ ചിന്നക്കനാൽ സിംഗിന്റെ ഈ ആക്രമണം ഉണ്ടായത്. അമൃത സുരേഷിന്റെ വീടിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. ചെറിയൊരു ഷെഡിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ സുരേഷ് എന്ന് പറഞ്ഞാൽ ആശുപത്രി ആവശ്യമായി പോയതിനാൽ ഇവർ തന്നെ താമസിക്കുന്ന മറ്റൊരു വീട്ടിൽ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. രാത്രി എത്തിയ ചക്കക്കൊമ്പൻ മേഖലയിൽ നാശം, ഈ വീട് തകർത്ത മേഖലയിലുള്ള കൃഷികൾക്കും നാശം വിധിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ചിന്നക്കനാൽ മേഖലയിൽ ഈ അരിക്കൊമ്പന്റെ പിന്നാലെ തന്നെ ഈ ചക്കക്കൊമ്പനും ഈ പാത തുടരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കാട്ടാന ശല്യം ഏറെ രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് ചിന്നക്കനാൽ. ഈ ചിന്നക്കനാലിൽ കഴിഞ്ഞ ദിവസമാണ് ടാങ്ക്ബേഡ് കുടിനിവാസിയായ ഈ കണ്ണൻ എന്ന കൊല്ലപ്പെട്ടത്. ഈ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു മേഖലയായത് കാരണം നാട്ടുകാരെല്ലാം ചേർന്ന് ഈ ആനകളെ തുരത്തുന്നതിനിടയിലാണ് ഈ കാട്ടാന കൂട്ടത്തിന്റെ ഇടയിൽ പെട്ടുപോകുന്നത്. തുടർന്ന് ഈ കണ്ണൻ കാട്ടാനാക്രമണത്തിൽ മരണപ്പെടുകയാണ്. ഇതെല്ലാം തന്നെ പ്രതിഷേധമായി ചൂണ്ടിക്കാട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആദിവാസി വിഭാഗങ്ങളിലടക്കം പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു. ഏതായാലും വനവകുപ്പ് ശാശ്വതമായ ഇടപെടൽ നടത്തുന്നില്ലെന്നൊരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. കാരണം കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യമാണ് ഇപ്പോൾ മേഖലകളിൽ ഉണ്ടാകുന്നത്. പകലും രാത്രി എല്ലാം തന്നെ കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യമാണ് ഇപ്പോൾ മേഖലകളിൽ ഉണ്ടാകുന്നത്. കാരണം മുമ്പ് വേനൽക്കാലത്ത് തീറ്റ തേടി ജനവാസ മേഖലയിൽ എത്തുന്നു. അതായിരിക്കാം കാട്ടിലേക്ക് ഭക്ഷണം ലഭ്യതയില്ലാതെ കാരണമായിരിക്കാം ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെല്ലാം പറഞ്ഞിരുന്നു. എന്നാൽ പക്ഷേ ഇപ്പൊ മഴയായിട്ടും ഈ ആനകൾ കാട്ടിലേക്ക് പോകാത്തത് വലിയൊരു ആശങ്ക തന്നെയാണ് ഈ മേഖലയിൽ സൃഷ്ടിക്കുന്നത്. ഭദ്ര, തീർച്ചയായും ബിനീഷെ, എങ്ങനെയാണ് അവിടെ ഇപ്പോഴും ആനയുടെ സാന്നിധ്യം ഉണ്ടോ അതോ കാട് കയറിയോ? എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഈ ചക്കക്കൊമ്പൻ സമീപത്തെ വനത്തിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വീണ്ടും ഈ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാണ്. ചക്കക്കൊമ്പൻ മാത്രമല്ല, ഒറ്റയാനമാരടക്കമുള്ള കാട്ടാന കൂട്ടവും ഈ മേഖലകളിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കണ്ണനെ കൊലപ്പെടുത്തിയ ശേഷം തന്നെ ഈ കാട്ടാനക്കൂട്ടം സമീപത്തെ വനമേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇവരെ തുരത്തുന്നുണ്ടെങ്കിലും വീണ്ടും ജനവാസ മേഖല വിട്ടുമാറാതെ ജനവാസ മേഖലയിൽ നിന്ന് തമ്പടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ ചക്കക്കൊമ്പൻ സമീപത്തെ വനമേഖലയിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുണ്ടായി ഇവയെ തുരത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വീട്ടുകാരൊന്നും വീട്ടിലില്ലായിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. അതേസമയം ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നുണ്ട്. ഈ ചക്കക്കൊമ്പൻ ഇപ്പോൾ പരിസര പ്രദേശത്ത് മറ്റൊരു കാടിന് അടുത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അധികൃതർ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.